ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണ ഒരു പുതിയ ഡിസൈനിങ് ആണ്. അത് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോസ് പാറ്റേൺ ആണ്. ഇപ്പോൾ ഒരു ഫ്ലവർ കൊണ്ട് കുറച്ച് ലീവ്സും ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അത് തയ്ച്ചിരിക്കുന്നത് നമ്മൾ ദൂരത്തു നിന്നൊക്കെ കാണുവാണെങ്കിൽ ബീഡ് വെച്ച് തയ്ച്ചു വെക്കുന്ന മാതിരിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ബീഡ് വെച്ചിട്ടല്ല, നമ്മൾ നോർമൽ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ അത് എങ്ങനെ തയ്ക്കണ്ടേ എന്നുള്ളതും കൂടി കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു ഡിസൈനിന്റെ ബ്ലൂ പ്രിന്റ് വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. അപ്പൊ ആവശ്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. അതിന്റെ സൈസൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ആ ഒരു വലിപ്പത്തിൽ നിങ്ങൾക്ക് എൻലാർജ് ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുത്തേച്ചാൽ മതി. അപ്പോൾ സാരി വന്നിട്ട് ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ സാരിയാണ്. ചെക്കോട്ട ലൈറ്റ് പിസ്ത ഗ്രീൻ സാരിയാണ്. ഈ ചെക്കോട്ടയിൽ തന്നെ കോട്ടൺ ചെക്കോട്ടയിൽ തന്നെ രണ്ട് രീതിയിലുണ്ട്. ചില കോട്ടൺ ചെക്കോട്ട കുറച്ച് നല്ലോണം സ്റ്റാർച്ച് ആയിട്ടുള്ള കോട്ടൺ ചെക്കോട്ടയാണ്. ചില കോട്ടൺ ചെക്കോട്ട നല്ല സോഫ്റ്റ് ആണ്. സൂപ്പർ നെറ്റ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സ്റ്റിഫായിട്ട് അങ്ങനെ ഇരിക്കുന്നതല്ല, സോഫ്റ്റ് ആയിട്ടുള്ള. അപ്പൊ രണ്ട് രീതിയിലുള്ള കോട്ടൺ ചെക്കോട്ടയുണ്ട്. ഇത് ഇച്ചിരി സ്റ്റാർച്ച് ഉള്ള കോട്ടൺ ചെക്കോട്ട മെറ്റീരിയൽ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിസൈനിങ് എവിടേക്കാണ് വരുന്നതെന്ന് ആദ്യം സാരി കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്റ്റിച്ചിങ്ങിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് സാരി എങ്ങനെയൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഇതാണ് സാരി, പിസ്ത ഗ്രീൻ ചെക്കോട്ട സാരി. അതിൻ്റെ അകത്ത് വൈറ്റ് ത്രെഡ് ഇട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇതിന് ഈ ഒരു സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ബീഡ് സ്റ്റിച്ച്, ഡബിൾ നോട്ട് സ്റ്റിച്ച്, പല പേരിൽ, അങ്ങനെ പല പല പേരുകളുണ്ട്. ഇപ്പം ഈ രണ്ട് പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പല പേരിലും അറിയപ്പെടുന്ന ഒരു സ്റ്റിച്ചാണിത്. അപ്പോൾ ഇതിനകത്ത് ത്രെഡ് വെച്ച് തന്നെ നമ്മൾ ഓരോ നോട്ട് ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ തയ്ച്ചു പോകുന്നത്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഓരോ ബീഡ് വെച്ച മാതിരി ഒരു ഫീൽ വന്നുകൊണ്ടാണ് ഇതിനെ ബീഡ് സ്റ്റിച്ചും എന്നും പറയും. അപ്പം അത് ഇങ്ങനെ ഞാനിവിടെ പേൾ കോട്ടൺ ത്രെഡ് ഇട്ടാണ് തയ്ച്ചിരിക്കുന്നത്. നമുക്ക് ആങ്കറിൻ്റെ നോർമൽ ത്രെഡ് ഇട്ടാണെങ്കിലും നമുക്ക് തയ്ക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 6 സ്ട്രാൻഡ്സോ അല്ലെങ്കിൽ 4 സ്ട്രാൻഡ്സോ അല്ലെങ്കിൽ കുറച്ചും കൂടെ എടുത്ത് നിൽക്കണമെങ്കിൽ 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ക്കാം. ഞാനിവിടെ പേൾ കോട്ടൺ ത്രെഡിൻ്റെ സിംഗിൾ സ്ട്രാൻഡ് ഇട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ സെൻറ്ററിലായിട്ട്, ഈ പൂവിൻ്റെ സെൻറ്ററിലായിട്ട് വേറൊരു കളർ, ക്രീം കളർ ത്രെഡ് ഇട്ടിട്ട്, ലൈറ്റ് ഷെയ്ഡ് ക്രീം ഇട്ടിട്ട് തയ്ച്ചിട്ടുണ്ട്. അത് ഫ്രഞ്ച് നോട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റിച്ചസ് ആണ് ഈ സാരിയിൽ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഈ സാരിയിൽ 3 ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് ഗ്യാപ്പിലാണ് ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് അടുത്ത ഡിസൈൻ വന്നേക്കുന്നത്. അങ്ങനെ 3 ഡിസൈനാണ് വന്നേക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. അധികം ഹെവി വർക്ക്സ് ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ ഓർക്കും ഇതെന്താ ഇത്ര കുറച്ച് വർക്കിലേ ഉള്ളൂ എന്ന്. പക്ഷേ ഈ ഒരു ഡിസൈൻ ചെയ്ത് വരാനായിട്ട്, കുഞ്ഞിതാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ് ഈ ഒരു ഡിസൈനിൻ്റെ ലെങ്ത്ത്. ഈ ഒരു ഡിസൈൻ ഇങ്ങനെ തയ്ച്ചു വന്നെങ്കിൽ, കുഞ്ഞ് ഡിസൈൻ ആണെങ്കിലും തയ്ച്ചു വന്നെങ്കിൽ മോർ ദാൻ 2 hours എടുക്കും നമുക്കിത് തയ്ച്ച് തീർക്കണമെങ്കിൽ. ഇങ്ങനെ ഒരേ നോട്ട് തയ്ക്കണമുണ്ട്, സമയം എടുക്കും. ഇങ്ങനെ ആണ് ഫ്രണ്ട് പോർഷനിൽ ഈ സാരിയിൽ വരുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. പിന്നെ മുന്താണിയിൽ കാണുന്ന വൺ സൈഡേ ഉള്ളൂ. മുന്താണിയുടെ ഒരു സൈഡിൽ ഇതുമാതിരി ഒരു സൈഡിൽ വർക്ക് ഉണ്ട്, അപ്പുറത്തെ സൈഡിലില്ല, ഒരു സൈഡിലേ ഉള്ളൂ. ഈ ഒരു സൈഡിൽ നിന്ന് പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു 8 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈൻ വരും. പിന്നെ ഒരു 8 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈനും വരും. അപ്പം 3 ഡിസൈനാണ് ഇങ്ങനെ മുന്താണിയിൽ തൊട്ട് ഷോൾഡറിലോട്ട് പോകണ അവിടം വരെ തയ്ച്ചിരിക്കുന്നത്. 3 ഡിസൈൻ മുന്താണിയുടെ അവിടെയും 3 ഫ്രണ്ടിലും ഒരെണ്ണം റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ആയിട്ടാണ് ഡിസൈനിങ് വന്നേക്കുന്നത് ഈ ഒരു സാരിയിൽ. അപ്പം ഇനി ഈ ഇതുപോലെയാണ് ഈ ഡിസൈനിങ് സാരിയിൽ വന്നിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ തയ്ക്കണ്ടേ എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്, വൈറ്റ് ത്രെഡ് ഇട്ട് തയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാമുള്ളൂ. പെൻസിലാണ് യൂസ് ചെയ്യണമെങ്കിൽ വളരെ ലൈറ്റായിട്ടാണ് വരയ്ക്കാമുള്ളൂ. പിന്നെ എന്നോട് ഡൗട്ട് ചോദിച്ച ഒരു ഡൗട്ടാണ്, ഈ വൈറ്റ് കാർബൺ പേപ്പർ വെച്ചിട്ട് ഡാർക്ക് ക്ലോത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാഞ്ഞു പോകുന്നുണ്ട്, എന്താ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് വൈറ്റ് കാർബൺ പേപ്പർ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ഡിസൈനെ വരയ്ക്കാമുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ഡിസൈനും വരച്ച് തീർക്കരുത് ഒറ്റ ഇതിൽ, എന്ന് വെച്ചാൽ മാഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് പോർഷൻ വരയ്ക്കുക, അത് തയ്ച്ച് കഴിഞ്ഞിട്ട് അടുത്ത പോർഷൻ വരയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മാഞ്ഞു പോവുകയാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്നുകൂടെ ഫാബ്രിക് പെൻസിൽ മേടിച്ചിട്ട് അതൊന്നുകൂടെ ഒന്ന് വരച്ച് ഡാർക്കൻ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും.
അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്റ്റിച്ചിങ് എങ്ങനെയാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്ന ഡിസൈൻ ഇതാണ്. ഒരു റോസാപ്പൂവും കുറച്ച് ലീവ്സും ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. അപ്പോൾ ഇത് ഫുള്ളും നമ്മൾ തയ്ക്കുന്ന സെയിം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. ലീവ്സ് ആയാലും ഈ ഫ്ലവർ ആയാലും എല്ലാം സെയിം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റിച്ചിൻ്റെ പേര് നമുക്ക് പല പേരിലും അത് അറിയപ്പെടും. ബീഡ് സ്റ്റിച്ച് എന്ന് ചിലവർ പറയും, അതല്ലാന്ന് പറഞ്ഞാൽ ചിലവർ ഡബിൾ നോട്ട് അല്ലെങ്കിൽ വെലിസ്ട്രിയൻ നോട്ട്, അതും അല്ലെങ്കിൽ ജർമ്മൻ നോട്ട്, അങ്ങനെ പല പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഞാൻ തയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പേൾ കോട്ടൺ ത്രെഡാണ്. പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. പേൾ കോട്ടൺ ത്രെഡ് ആണെങ്കിൽ ഒരു സ്ട്രാൻഡ് ഇട്ട് തയ്ച്ചാൽ മതി. ഇപ്പോൾ ആങ്കർ ത്രെഡാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ 6 സ്ട്രാൻഡ്സോ അതോ അല്ല അത്രയും പ്രൊജക്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ 4 സ്ട്രാൻഡ്സ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് എടുത്തിട്ട് പിന്നെ ബാക്കി 2 സ്ട്രാൻഡ്സ് ജോയിൻ ചെയ്ത് തയ്ക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് വൃത്തിയിൽ വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പേൾ കോട്ടൺ ത്രെഡ് ആ ഒറ്റ സ്ട്രാൻഡിൽ തന്നെ നമ്മൾ തയ്ച്ച് തീർക്കുന്നത്. പേൾ കോട്ടൺ ത്രെഡ് എടുത്താലും ഒത്തിരി നീളത്തിലെടുക്കരുത്, ചിലപ്പോൾ പെട്ടെന്ന് കെട്ടുകൂടുകയല്ല. ഇതിങ്ങനെ ഈ പേൾ കോട്ടൺ ത്രെഡ് തന്നെ ഇതിൻ്റെ ഇങ്ങനെ പിരിഞ്ഞാണല്ലോ ഈ ത്രെഡ് ഇരിക്കുന്നത്. ആ പിരി വിട്ട് ഇങ്ങനെ സ്പ്ലിറ്റായി പോകാൻ തുടങ്ങും. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ തയ്ക്കുമ്പോൾ. അപ്പോൾ ഒത്തിരി നീളത്തിൽ നമ്മൾ എടുക്കണ്ട. നമ്മൾ തയ്ക്കുന്ന സ്റ്റിച്ചിങ്ങിനെ എപ്പോഴും ഇങ്ങനെ ചുറ്റി വന്നതുകൊണ്ട് അത് സ്പ്ലിറ്റായി പോകാൻ വളരെ ചാൻസ്, പെട്ടെന്ന് സ്പ്ലിറ്റായി പോകും. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ ഇടുന്നത്, ഇതിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് കേട്ടോ. അപ്പോൾ ഞാൻ സ്മോൾ സൈസ് ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലീഫ് മാത്രം അതിൻ്റെ അകത്ത് തികയത്തില്ല, പിന്നെ ഞാൻ മാറ്റിയിട്ടിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഫ്രെയിം നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. ഫ്രെയിം എന്നാലാണ് അത് ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ തുണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുളുങ്ങിയിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രെയിം നല്ലോണം ടൈറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ സാരിയുടെ കളർ ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ വേറെ ആയിട്ടാണ് കാണുന്നത്. ഇത് ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ കളറ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം നേരത്തെ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ വലിക്കാണ്ട്, അടിയിൽ കൂടെ വലിക്കുന്നത് കാണാത്ത രീതിയിൽ തയ്ക്കാനായിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്നാണ് എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ നിന്ന് അടുത്ത പെറ്റലിലോട്ട് പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ പോകാം. പിന്നെ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയി ഈ ഫുൾ പെറ്റലും തയ്ച്ച് തീർക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ തയ്ച്ച് ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ തയ്യലിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വലിക്കുമ്പോൾ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയും തയ്ച്ച് ഈ ഒരു ഫുൾ ഫ്ലവർ വേണമെങ്കിൽ നമുക്ക് ഫുള്ളും തയ്ച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ ഫിനിഷ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വലിച്ച് ഇങ്ങനെ പോവുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു പെറ്റിൽ ലീഫ് തയ്ച്ചു കഴിഞ്ഞാൽ ഇവിടെ കെട്ടിയിട്ടിട്ട് വേണം അടുത്തയിലോട്ട് പോകാൻ, അല്ലെങ്കിൽ അടിയിൽ കൂടെ വലിച്ചാൽ ചിലപ്പോൾ കാണാണ്ട് വേണം തയ്ക്കാൻ. എന്ന് വെച്ചാൽ ഇത് ഫുള്ളും ഒരേ സ്റ്റിച്ചിലാണ് പോകുന്നത്. അപ്പോൾ അടിയിൽ കൂടെ ഒരു ലൈൻ വന്നാൽ അതൊരു അഭംഗിയാകും. അപ്പോൾ ആ ഒരു രീതി വേണം പോകാൻ. അപ്പം ഞാനിപ്പം ഇവിടെ നിന്നാണ്, ഈ സ്റ്റെം മുതലാണ് തയ്ച്ചു തുടങ്ങണേ കേട്ടോ. നിങ്ങൾക്ക് ഡിസൈൻ കാണാമല്ലോ അല്ലേ. ഞാൻ ഒത്തിരി ഡാർക്കൻ ചെയ്തിട്ടല്ല ഡിസൈൻ വരച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വൈറ്റ് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒത്തിരി ഡാർക്ക് ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ത്രെഡിൻ്റെ അകത്ത് കയറി പിടിക്കും കളറ്, പെൻസിലിൻ്റെ കളറ് പിടിക്കും. കാരണം ഞാൻ തീരെ ലൈറ്റായിട്ടാണ് വരച്ചേക്കുന്നത്. എനിക്ക് അത്യാവശ്യം കാണാം, വീഡിയോയിൽ നിങ്ങൾക്ക് അധികം കാണാൻ പറ്റത്തുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെം പോകുന്നത്. അപ്പോൾ ആ പോണ വഴി ഇങ്ങനെ ഏതാണ് ലൈൻ എന്ന് വെച്ചാൽ ആ ലൈൻ്റെ അതിൽ കുത്തിയെടുക്കുക. ഒത്തിരി ഡിസ്റ്റൻസ് ഞാൻ എടുക്കുന്നില്ല, കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒരു ലൈൻ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. ആ ലൈനിൽ നിന്ന് മേളിലോട്ട് കുത്തിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ തയ്ച്ചേക്കുന്ന സ്റ്റിച്ചിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ പാസ് ചെയ്യുകയാണ്. ഇതുപോലെ നീഡിൽ പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആദ്യം വന്നിരിക്കുന്ന നമ്മുടെ തയ്യലില്ലേ, ആദ്യത്തെ തയ്യലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തയ്യൽ, ഈ ത്രെഡിൻ്റെ ഇപ്പം നമ്മൾ തയ്ച്ച തയ്യലല്ല, നേരത്തെ ആദ്യം തയ്ച്ച ത്രെഡിൻ്റെ താഴത്തേക്കൂടെയാണ് നമുക്ക് നീഡിൽ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നീഡിൽ ഇങ്ങനെ എടുക്കുക, ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ വെക്കുക, എന്നിട്ട് ത്രെഡ് വലിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു നോട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു നോട്ട് വന്നു. ഇനി അടുത്തത് ഇതുപോലെ തന്നെ
തൊട്ടടുത്തടുത്ത് വേണമെങ്കിൽ തയ്ക്കാം, അകത്ത് എന്തോരം ദൂരത്ത് വേണമെങ്കിലും തയ്ക്കാം. അടുപ്പിച്ച് തയ്ച്ചാൽ ബീഡ് ഇങ്ങനെ മുത്ത് പോലെ ഇങ്ങനെ കിടക്കും. നമ്മുടെ ഈ കെട്ടിങ്ങനെ കിടക്കുന്ന കാരണം നല്ല ഭംഗിയാണ്. അകത്തി തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കല്ലേ ഉള്ളൂ ഈ കട്ട്, അപ്പോൾ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. എന്തോരം അടുപ്പിച്ച് തയ്ക്കാമോ അത്രയും നല്ലത്. അപ്പോൾ സമയം കുറച്ച് അധികം എടുക്കും ഇത് തയ്ച്ചെടുക്കാൻ. ഇതൊരു കുഞ്ഞു ഡിസൈനാണ്, പക്ഷെ നമ്മളിത് തയ്ക്കാൻ മോർ ദാൻ 2 hours എടുക്കും. ഇങ്ങനെ കെട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരേ നോട്ടും ഇങ്ങനെ തയ്ക്കണ്ടേ, അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഇതുപോലെ എടുക്കുക, ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ പാസ് ചെയ്യുക. ആദ്യം എടുത്ത ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ നീഡിലെടുത്തിട്ട് ഇങ്ങനെ ത്രെഡ് താഴെ വെച്ചിട്ട് പിന്നെ വലിക്കുക. ഒത്തിരി വലിക്കണ്ട, നോട്ട് ഒത്തിരി കുഞ്ഞിതായി പോകും. അപ്പോൾ അങ്ങനെ ഒത്തിരി വലിച്ച് കുഞ്ഞിതാക്കണ്ട, മിനിമം ആയിട്ടുള്ള ഒരു വലി. അതിപ്പോൾ ഈ ഒരു പ്രൊജക്ഷൻ പോരാ, കുറച്ചും കൂടെ നല്ലോണം തടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആങ്കറിൻ്റെ 6 strands ത്രെഡ് എടുത്തിട്ട് തയ്ച്ചാൽ മതി. അല്ലെങ്കിൽ ഇതാണെങ്കിലും 2 വട്ടം, ഇതിപ്പോൾ 1 strandലല്ലേ പോകുന്നത്, അപ്പോൾ അതിന് പകരമായിട്ട് 2 വട്ടം നൂലെടുത്ത് തയ്ച്ചാലും മതി. ഇതുപോലെയാണ് തയ്ക്കേണ്ടത്. അടുപ്പിച്ചെങ്കിൽ അടുപ്പിച്ച്, അകത്തിയെങ്കിൽ അകത്തി, അതെന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് മൾട്ടി കളർ ത്രെഡ് ഇട്ടാണെങ്കിൽ ഇതിൻ്റെ തയ്ച്ചാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാകും. ഇങ്ങനെ ഒരു ഷെയ്ഡിൽ നിന്ന് വേറെ ഷെയ്ഡിലോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ ഇത് ഒറ്റ സിംഗിൾ കളറിലാണ് ഞാൻ തയ്ക്കുന്നത്. വൈറ്റിലാണ് ഫുൾ ലീവ്സും ഫ്ലവേഴ്സും റോസ് ഫ്ലവറും എല്ലാം ഞാൻ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഫുൾ ഫ്ലവറും ലീവ്സും എല്ലാം ഇതുവരെ ഡബിൾ നോട്ട് അല്ലെങ്കിൽ ജർമ്മൻ നോട്ട്, ബീഡ് സ്റ്റിച്ച് എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റെം ഇങ്ങനെ തയ്ച്ച് വന്ന് ലീഫിൻ്റെ ആ നടുക്കേ കൂടെയുള്ള വെയിൻ വരെ തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലീഫാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വലിച്ച് ഈ ടിപ്പിൽ നിന്ന് നമ്മൾ ഇങ്ങനെ തയ്ച്ച് പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വലിക്കുന്ന ഇത് നമുക്ക് കാണാൻ പറ്റും. ദേ ഇപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദേ ഇവിടെ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ത്രെഡ്. അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് ഇവിടെ താത്തിയിട്ട് നേരെ ഇവിടെ ആണ് കുത്തിയെടുക്കുന്നത്. നേരെ പുറകോട്ട് പോവുക. അപ്പോൾ നമ്മൾ തയ്ച്ചതിന് നേരെ പുറകോട്ട് പോകണ കാരണം ത്രെഡ് താഴത്തേക്കൂടെ പോയേക്കുന്നത് മേലിൽ കൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിട്ടുള്ളൂ. കണ്ടോ, അപ്പോൾ നമ്മൾ കെട്ടിയിട്ടിട്ടുമില്ല, താഴത്തേക്കൂടെ വലിച്ചിരിക്കുന്നത് ആരും ഒട്ട് കാണുന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം. പിന്നെ അത് തന്നെയല്ല, നമ്മൾ തയ്ച്ച് ഇങ്ങനെ വന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്താൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകാം, ത്രെഡ് പാസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക. ആദ്യത്തെ ഒരു തയ്യൽ മാത്രമാണ് നമ്മൾ തുണിയായിട്ട് അറ്റാച്ച് ചെയ്ത് തയ്ക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ത്രെഡിൻ്റെ താഴത്തേക്കൂടെ ഇടയിൽ കൂടെ എടുത്തിട്ടുള്ള ഇതാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ തയ്ച്ചു കഴിയുമ്പോൾ അടിയിൽ സാരിയുടെ അടിയിൽ പ്രത്യേകിച്ച് അധികം ത്രെഡ് പാസ് ചെയ്യണത് നമുക്ക് കാണാനില്ല. ഇങ്ങനെ പൊട്ട് പോലെയുള്ള ത്രെഡേ ഉള്ളൂ. ഈ കച്ച് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഉള്ള മാതിരി അതിനേക്കാളും കുറച്ചുകൂടി ഉണ്ട്, കച്ച് വർക്കിനേക്കാളും കുറച്ചുകൂടി ഉണ്ട്. എന്നാലും ആ ഒരു രീതിയിലുള്ള ത്രെഡാണ് താഴത്തേക്കൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനത്തെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസൊക്കെ തയ്ക്കാനായിട്ട്, സ്ട്രെയിറ്റോ കർവോ ഇങ്ങനത്തെ ഡിസൈൻസ് വേണമെങ്കിലും തയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണിത്. അപ്പോൾ നമ്മൾ ഫുൾ ഡിസൈൻ നമ്മൾ ഡബിൾ നോട്ട് വെച്ച് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ നടുക്ക്, ഈ റോസ പൂവിൻ്റെ നടുക്ക് നമ്മൾ ഈ പൂമ്പൊടി എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഫില്ല് ചെയ്യാനായിട്ട് ഈ സെൻറ്റർ പോർഷനിൽ ഒന്ന് ഫില്ലിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് ഒരു ക്രീം കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ക്രീം കളർ ത്രെഡാണ്, ഒത്തിരി ഡാർക്ക് ക്രീം അല്ല, ലൈറ്റ് ക്രീം കളർ ത്രെഡ് യൂസ് ചെയ്ത്, അതും 4 strands ആണ് ഞാൻ എടുക്കുന്നത്. ഇത് 1 strand അല്ലേ എടുത്തിട്ടുള്ളൂ, ആങ്കർ പേൾ കോട്ടൺ ത്രെഡ്. അതുകൊണ്ട് തന്നെ ഇത് നോർമൽ ആങ്കർ ത്രെഡാണ്. അപ്പോൾ അത് 6 strands ഇട്ടാൽ ഒത്തിരി തടിച്ച് നിൽക്കും. അപ്പോൾ ഇത് 4 strand ഇട്ടിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ അത് ഫ്രഞ്ച് നോട്ടാണ് തയ്ക്കുന്നത്. ഇത് കോൺട്രാസ്റ്റ് കളേഴ്സ് അല്ല ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, ഒത്തിരി എടുത്ത് നിൽക്കത്തില്ല.
ഇപ്പം നടുക്ക് ഞാൻ തയ്ക്കുന്നത് ഫ്രഞ്ച് നോട്ടാണ്. അപ്പോൾ അത് കോൺട്രാസ്റ്റ് കളേഴ്സൊന്നും അല്ല, ലൈറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി തെറിച്ച് നിൽക്കത്തില്ല. ഇതൊരു വളരെ ലൈറ്റ് ഷെയ്ഡിൽ ലൈറ്റ് ഹെവി വർക്ക് അല്ലാണ്ട് ലൈറ്റായിട്ടുള്ള വളരെ സെറ്റിലായിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. 4 സ്ട്രാൻഡ്സ് എടുത്തിട്ടാണ് തയ്ക്കുന്നത്. 6 സ്ട്രാൻഡ്സ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ നോട്ട് ചെയ്ത് ചുറ്റിയിട്ട് ഇങ്ങനെ താത്തുക. അത് അടുപ്പിച്ച് ഫില്ല് ചെയ്യുക. നിറച്ചും കൺജസ്റ്റഡ് ആയിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു പൂവിൻ്റെ ഇത് ഫുള്ളും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇത് ബാക്ക് സൈഡിൽ ഇത് ഇത്രയാണ് നമ്മൾ ത്രെഡ് കാണുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ വലിച്ചിരിക്കുന്നതാണ്. അതൊക്കെ അല്ലാണ്ട് അധികം ത്രെഡ് ഇതിൽ തയ്യലിൻ്റെ ഇതിൽ വരുമ്പോൾ ആകെ ഇങ്ങനെ പൊട്ട് മാതിരിയാണ് ത്രെഡ് മേളിൽ അല്ല താഴെ കാണുന്നുള്ളൂ. മേളിൽ അങ്ങനെ നോട്ടുകളും കാണും. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇപ്പം ഈ ഒരു പാറ്റേൺ ഞാൻ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.